വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ തടവുകാരൻ മർദ്ദിച്ചെന്ന് പരാതി. പോക്സോ കേസ് പ്രതിയായ രാഹുലാണ് മർദ്ദിച്ചത്. മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. സുമേഷ് മോറാഴ ചേരുന്നു കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി. സുമേഷ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ പരാതിയിൽ പറയുന്നത് പോലെ രാഹുലിനെ, ഈ പോക്സോ കേസ് പ്രതിയായ രാഹുലിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇയാൾ പ്രശ്നമുണ്ടാക്കിയെന്നും തുടർന്ന് സൂപ്രണ്ടിനെ മർദ്ദിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? ടോം, ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരിൽ നിന്നും ഭീഷണിയും മർദ്ദനവും ഉണ്ടാവുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സമാനമായ സംഭവം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവം ഉണ്ടായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്കാണ്. പോക്സോ കേസ് പ്രതിയും അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ട് സ്വദേശിയുമായിട്ടുള്ള രാഹുലാണ് ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസിനെ മർദ്ദിച്ചത്. ഈ മർദ്ദിക്കാനുണ്ടായ കാരണമായി പറയുന്നത്, ഇദ്ദേഹം ഈ പോക്സോ കേസ് പ്രതിയായി ഈ ജയിലെത്തിയപ്പോൾ 1-ാം ബ്ലോക്കിലായിരുന്നു ഇദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റണം എന്ന് നിരന്തരം ഈ ജില്ലാ അസിസ്റ്റന്റ് സൂപ്രണ്ടോട് ഇദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അത് ഇദ്ദേഹം പരിഗണിച്ചില്ല. എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതും എന്നും അറിയില്ല. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹത്തിന്റെ ഓഫീസിനടുത്ത് പോയി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് ഈ പോലീസിന്റെ FIR പറയുന്നത്. തുടർന്ന് ഇദ്ദേഹത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുകയും ചെയ്തു. ഈ സൂപ്രണ്ടിന്റെ പരാതിയിലാണ്, ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിത്യസംഭവമായി മാറിയിരിക്കുന്നത്, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ മദ്യം ഉൾപ്പെടെ ഈ ജയിലിന്റെ ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതുപോലെ നമുക്കറിയാം ഗോവിന്ദസ്വാമി ജയിൽ ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. ഇത്തരം ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്ന ഒരു ജയിലായി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ. ഏറെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ ജയിൽ സൂപ്രണ്ടുമാർക്കെതിരെ, ജയിൽ ജീവനക്കാർക്കെതിരെ ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്.